പവർ ക്രിക്കറ്റ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന T20 ക്രിക്കറ്റ് ടൂർണമെന്റ് ഡിസംബർ 22 മുതൽ 25 വരെ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. ആവേശകരമായ പോരാട്ടത്തിൽ 6 ടീമുകൾ മാറ്റുരയ്ക്കും. എല്ലാവരെയും സ്വാഗതം ചെയ്യണം. നമ്മളിങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഇന്നിവിടെ വിളിച്ചു ചേർത്തതിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്കറിയാം. മയിൽ പവർ ക്രിക്കറ്റ് ക്ലബ്ബ് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് 2020 ടൂർണമെൻറ്റ് മയിൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തി വരികയാണ്. ഈ വർഷത്തെ ടൂർണമെൻറ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ 6 ടീമുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. പോയ വർഷങ്ങളൊക്കെ 2, 3, 4 ടീമുകൾ അങ്ങനെയാണ് നമ്മൾ ഗ്രാജുവലായിട്ട് ചെയ്തതിൻ്റെ ഉയർച്ചകളെന്ന് പറയുന്നത്. ഈ വർഷം 6 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നാളെ അതിനോടനുബന്ധിച്ചൊരു വലിയ വിളംബര ജാഥ മയിൽ പട്ടണത്തിലൂടെ നമ്മൾ നടത്തുന്നുണ്ട്. അതിനപ്പുറത്ത് 23-ാം തീയതി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കുമാരിയാണ് നിർവഹിക്കുന്നത്. ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് 25-ാം തീയതി രാവിലെ വനിതകളുടെ ഒരു ക്രിക്കറ്റ് പ്രദർശന മത്സരം നടത്തുന്നത്. അതാണ് മറ്റൊരു ഏറ്റവും വലിയ സവിശേഷത. വളർന്നു വരുന്ന പെൺകുട്ടികളെ, യുവതികളെ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുന്നതിനും പുതിയ കളിക്കാരെ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് ഒരു പ്രദർശന മാച്ച് ഇവിടെ നമ്മുടെ മയ്യൽ മണ്ഡലത്തിൽ ആദ്യമായിട്ട് പ്രഥമമായിട്ട് നടത്തുകയാണ്. അതിൽ മത്സരിക്കുന്ന ടീമുകളെന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ ഓഫ് ചാമ്പ്യൻസ്, പ്രസിഡൻസ് 11 കൂത്തുപറമ്പും, യങ് മെൻ ക്രിക്കറ്റ് ക്ലബ്ബ് YMCC സെക്രട്ടറി 11 കൂത്തുപറമ്പും തമ്മിലാണ്. വൈകുന്നേരം നമ്മുടെ ഫൈനൽ മത്സരം നടക്കുകയാണ്. ഫൈനൽ മത്സരത്തിൽ വിശിഷ്ടാതിഥിയായിട്ട് എത്തുന്നത് വലിയ പ്രശസ്തനായിട്ടുള്ള സിനിമാ നടൻ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസായിട്ടുള്ള ശിവദാസ് കണ്ണൂരാണ്. എല്ലാ അർത്ഥത്തിലും പിന്നെ അതുപോലെ ഈ പ്രദർശന മത്സരത്തിൽ അന്നത്തെ ഗസ്റ്റ് നമ്മുടെ വിശിഷ്ടാതിഥി മയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ടുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ നമ്മുടെ മയിൽ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള MV ശ്രീജിനിയാണ്. അങ്ങനെ വിവിധ അതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. വലിയ മത്സരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇത് വലിയൊരു മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ നിങ്ങൾ വലിയ വാർത്തകൾ നൽകിക്കൊണ്ട് നമ്മളൊക്കെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. മയ്യിൽ പ്രദേശത്തെ സംബന്ധിച്ച് കായിക മേഖലയിൽ വലിയ ഒരു മുന്നേറ്റം നടത്തിയ ഒരു മേഖലയാണ്. ഫുട്ബോളിലായാലും ബാസ്കറ്റ്ബോളിലായാലും വോളിബോളിലായാലും ഇതിനകം തന്നെ വലിയ കളിക്കാരെ വലിയ തരത്തിൽ സംഭാവന ചെയ്ത ഒരു മണ്ണാണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1980 കാലഘട്ടത്തിൽ തന്നെ മയ്യിൽ ക്രിക്കറ്റ് ക്ലബ്ബ് കളിക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു 4-5 വർഷത്തിന് ഇപ്പുറമാണ് അതിൻ്റെ ശരിയായ വളർച്ചയിലെത്തി നല്ല രീതിയിലൊരു സംഘാടന മികവൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടെ ടൂർണമെൻറ്റുകൾ സംഘടിപ്പിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ മയ്യിലിൻ്റെ മണ്ണിൽ ക്രിക്കറ്റിന് വലിയ വേരോട്ടം ഇതിനകം തന്നെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം നേട്ടങ്ങൾ ഈ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ മാധ്യമ സുഹൃത്തുക്കൾ ആവശ്യമായ പിന്തുണ നൽകി ഇത് കൂടുതൽ വ്യാപിപ്പിക്കുവാൻ, ഈ വാർത്തകളെല്ലാം മേഖലയിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മയിൽ സാംസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ മാണിക്കോത്ത്, കൺവീനർ ബാബു പന്നേരി, മയിൽ CRC സെക്രട്ടറി PK നാരായണൻ, പവർ ക്രിക്കറ്റ് ക്ലബ്ബ് ട്രഷറർ പ്രമോദ് C, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രാജു പപ്പാസ്, രാഹുൽ മാണിക്കോത്ത്, ക്ലബ്ബ് അംഗങ്ങൾ ഷൈജു TP തുടങ്ങിയവർ പങ്കെടുത്തു.